സ്വാഗതം ദില്ലി ദാലിയിലേക്ക്. ലോകം മുഴുവൻ, ലോക ജനാധിപത്യം മുഴുവൻ, എല്ലാ ജനാധിപത്യ പ്രണയികളും മനുഷ്യാവകാശ പ്രവർത്തകരും എല്ലാം പെഗാസസ് എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദില്ലി ദാലിയിൽ നിങ്ങളെല്ലാവരും എത്തിയിരിക്കുന്നത്. എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്. പ്രധാനമായും മനുഷ്യാവകാശത്തിലും മനുഷ്യ സ്വാതന്ത്ര്യത്തിലും അടിയുറച്ച് നിന്ന് ഈ ഡിജിറ്റൽ യുഗത്തിനെ നോക്കിക്കാണുന്ന 4 പേരാണ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുവാനായിട്ട് എത്തിയിരിക്കുന്നത്. പബ്ലിക് ഇൻട്രസ്റ്റ് ടെക്നോളജിസ്റ്റും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആക്ടിവിസ്റ്റും ഒക്കെയായ അനിവർ അരവിന്ദും, ഡെബിയൻ ഡെവലപ്പറും, ഈ പുതിയ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആക്ടിവിസത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകളിൽ ഒരാളുമായ പ്രവീൺ എ, സ്വതന്ത്ര സോഫ്റ്റ്വെയർ ലോ സെന്ററിന്റെ ലീഗൽ ഡയറക്ടറായ അഡ്വക്കേറ്റ് പ്രശാന്ത് സുഗതൻ, സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ സെക്രട്ടറിയും നമുക്കൊക്കെ സുപരിചിതനുമായ ഋഷികേഷ് ഭാസ്കരൻ, ഇവരൊക്കെയാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഞാൻ ആമുഖമായിട്ട് കൂടുതൽ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എൻ്റെ ഭാഗത്തു നിന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, പെഗാസസ് സർവൈലൻസ് ഈ സ്കാൻഡൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഫോൺ ചോർത്തുന്നതും ഈ സ്പൈവെയറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ഇത് എല്ലാവരും പറയുന്നത് ഫോൺ ചോർത്തുന്നത് പണ്ട് മുതലേ ഉള്ളതാണ്. പക്ഷേ നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലത്ത്, ഈ ഡിജിറ്റൽ യുഗത്തിൽ, എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണുള്ള ഈ കാലത്ത് ഈ പുതിയ ഭീഷണി, എസ്പെഷ്യലി NSO ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ സ്പൈവെയറും ഈ ഉണ്ടാക്കുന്ന ഭീഷണിയും, അതിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പ്രധാനമായും മനുഷ്യാവകാശ ലംഘനവും, ഇതിൻ്റെ അകത്തുള്ള ഒരു മനുഷ്യാവകാശ ലംഘനത്തിൽ ഊന്നി നിൽക്കണം എന്ന് ഒരാഗ്രഹം എനിക്കുണ്ട് ഈ ചർച്ചയിൽ. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആദ്യം അനിവർ അരവിന്ദനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണ് നാം കണ്ടു ശീലിച്ചിരിക്കുന്ന ഫോൺ ചോർത്തലുകളും ആളുകളുടെ ജീവിതത്തിലുള്ള ഇടപെടലുകളും ഇപ്പോഴുള്ള നാം ഈ ജീവിക്കുന്ന ഈ പുതിയ കാലത്തിൽ ഉള്ള ഈ ഇടപെടലും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം? ഒന്നാമതായി എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, മൊബൈൽ ഫോണുകളോ അതല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസുകളോ ഒക്കെ നിങ്ങളുടെ കയ്യിലെ ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസാണ്. നിങ്ങളുടെ സമയത്തിന്റെ ഒരു വലിയ ഭാഗം ഇത്തരത്തിലുള്ള ഡിവൈസുകൾ കൂടിയാണ് ചെലവാക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഡിജിറ്റൽ പങ്ക് ഈ ഡിവൈസുകളിലാണുള്ളത്. ഈ ഡിവൈസുകളിലെ ഇത്തരത്തിലുള്ള പേഴ്സണൽ ഡിവൈസുകളാവാം, ഒഫീഷ്യൽ ഡിവൈസുകളാവാം, ഈ ഡിവൈസുകളിലെ കണ്ടന്റിന്റെ ഉത്തരവാദിത്വം പലപ്പോഴും നിങ്ങളുടെ കയ്യിലാണ്. അതിൽ നിങ്ങളെക്കാൾ കൂടുതൽ ആക്സസ് ഉള്ള ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ ആക്സസ് ഉള്ള ഒരു തരത്തിലുള്ള ഒരു മാൽവെയർ വരുമ്പോൾ അതിന് ഒരു സാധാരണ മാൽവെയർ പോലത്തെ ഒരു പ്രശ്നമല്ല. ഇത് പലപ്പോഴും മാൽവെയറുകൾ വന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കോംപ്രമൈസ് ആവും എന്നൊക്കെ ചർച്ച കേട്ടിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു സൈബർ വാർഫെയറിന്റെ ഒരു മിലിറ്ററി വെപ്പൺ പോലുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് നിങ്ങളെക്കാൾ കൂടുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വൾണറബിലിറ്റി ഉപയോഗിച്ച്, സാധാരണക്കാർക്കാണെങ്കിൽ നേരെ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കേണൽ ലെവൽ ആക്സസ് ഒന്നും ഉണ്ടാവില്ല. ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വൾണറബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ ഡിവൈസിന്റെ മീതെ ആക്സസ് വരുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് പെഗാസസിന്റെ നമ്മൾ കണ്ട ഹിസ്റ്ററിയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു തരത്തിൽ ഡിജിറ്റൽ ലൈഫിനെ തന്നെ, അതായത് ആർട്ടിക്കിൾ 21 ഉറപ്പുവരുന്ന റൈറ്റ് ടു ലൈഫിനെ തന്നെയാണ് ഒരു തരത്തില് കോംപ്രമൈസ് ചെയ്യുന്നത്. അതൊരു ഭാഗമാണ്. ഒന്നുകൂടി ഒന്ന് വിശദമാക്കോ, ഈ പെഗാസസ് എന്തുകൊണ്ടാണ് നമ്മളെക്കാൾ കൂടുതൽ നിയന്ത്രണം നമ്മളുടെ ഈ ഫോണിന് മുകളിൽ ഇവർക്ക് ഉണ്ടാകും എന്നുള്ളതൊന്ന് വിശദമാക്കോ? അതെ, ഇതില് ഒരു കാര്യം പറയുമ്പോൾ എന്താ വെച്ചാൽ, ഇന്നത്തെ നമ്മുടെ മൊബൈൽ ഫോൺ മാർക്കറ്റ് നോക്കുമ്പോൾ അത് 2 കമ്പനികൾ, അത് ആൻഡ്രോയിഡും ഐഫോണും എന്ന് പറയുന്ന 2 കമ്പനികൾ മാത്രമുള്ളൊരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ സെക്യൂരിറ്റി കോംപ്രമൈസുകൾക്കുള്ള സാധ്യതയുണ്ട്. കാരണം ഈ 2 കമ്പനികൾക്ക് എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ ആരെയും ടാർഗറ്റ് ചെയ്യാന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവണം. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും വൾണറബിലിറ്റി ഉള്ളതിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ ക്ലിക്ക് പോലും ചെയ്യാതെ 0 ക്ലിക്ക് ഇൻസ്റ്റാളുകൾ പോലെ ആയിട്ട് കയറുന്ന വളരെ ചെലവ് കൂടിയ, ഇത് ഉപയോഗിക്കുന്ന ഗവൺമെന്റ് ഏജൻസികളാണെങ്കിലും ഗവൺമെന്റൽ ആക്ടേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഏജൻസിയിലും വളരെ ചെറിയ ചെലവ് അവരെ സംബന്ധിച്ച് വളരെ വലിയ
കോസ്റ്റ് മുടക്കിയിട്ടായിരിക്കും അവർ ഇത്തരത്തിലുള്ള സൈബർ വാർഫെയർ മിലിറ്ററി വെപ്പൺസ് വാങ്ങുന്നത്. അത്തരത്തിലുള്ള ഉപയോഗം കൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കടന്നു കയറി കഴിഞ്ഞാൽ അത് നിങ്ങൾ അറിയ പോലും ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് ഇത് മാൽവെയർ എന്ന് ഒരുപാട് വ്യത്യസ്തമുള്ള സാധനമാണെന്ന് പറയുന്നത്. അപ്പോ ആ കയറി അതിനെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്കുള്ള റീഡ് റൈറ്റ് ആക്സസ് തന്നെയാണ് വരുന്നത്. നിങ്ങളുടെ ഫോണിൽ ഉള്ള കണ്ടന്റ് വായിക്കാനും നിങ്ങളുടെ ഫോണിന്റെ സെൻസറുകൾ ആക്ടിവേറ്റ് ചെയ്യാനും, അതായത് ചിലപ്പോ റെക്കോർഡിംഗ് ആവാം, ചിലപ്പോ ക്യാമറ ആവാം, ചിലപ്പോ അതിന്റെ സാമീപ്യതയാവാം, പ്രോക്സിമിറ്റി സെൻസറുകളാവാം. ഇത്തരത്തിലുള്ള പല സെൻസറുകളും ആക്ടിവേറ്റ് ചെയ്യാനും അതിലെ വിവരങ്ങൾ വായിക്കാനും അതേപോലെ അതിലേക്ക് വിവരങ്ങൾ എഴുതാനുള്ള പലതരത്തിലുള്ള ആക്സസ് ആണ് ഇത് വരുന്നത്. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തിക്ക് ചെയ്യുന്നേക്കാളും കൂടുതൽ ഇടപെടാനുള്ള സ്പേസ് ഇത്തരത്തിലുള്ളതിന് വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ എടുത്ത് കാണേണ്ടത് ഈ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, ഒരു തരത്തില് എസ്പിയോണാജ് എന്ന് പറയുന്ന ലെവലിൽ ചാരവൃത്തി എന്ന് പറയുന്ന പോലത്തെ ഒരു സ്ഥിതിയാണ് ഇതിൽ നടക്കുന്നത്. അതിനൊപ്പം തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് അവർക്ക് ഏത് ഏജൻസി ആണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടവരോ ഇഷ്ടപ്പെടാത്തവരോ എന്നുള്ളതല്ല, പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആൾക്കാരെയും അവർ സർവൈലൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോ അത് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ നരേറ്റീവിന്റെ കൺട്രോൾ ആണ് ഇതിൽ ഉദ്ദേശം എന്ന ലെവലിലാണ് ഇപ്പൊ വന്ന ലിസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അത് നാഷണൽ സെക്യൂരിറ്റി എന്നൊന്നും പറയുന്ന അവസ്ഥയിലല്ല ഈ കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ചീഫ് ജസ്റ്റിസിനെതിരെ പരാതി കൊടുത്തൊരു സ്ത്രീ മാത്രമല്ല, അവരുടെ വീട്ടുകാർ വരെയും അവരുടെ സുഹൃത്തുക്കൾ വരെയും ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ലെവലില് അവരെ സർവൈലൻസിന് വിധേയമാക്കുന്ന രീതിയിൽ അവരുടെ ഫോണുകളിലേക്ക് 11ഓളം നമ്പറുകളിലേക്ക് കടന്നു കയറുക എന്നൊക്കെ പറയുമ്പോൾ അത് അതേപോലെ തന്നെ മന്ത്രിമാർ തുടങ്ങി, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങി, പ്രതിപക്ഷ നേതാക്കൾ തുടങ്ങി, ജുഡീഷ്യറി തുടങ്ങി, ഇലക്ഷൻ കമ്മീഷൻ വരെയുള്ള, ഇലക്ഷൻ കമ്മീഷൻ വരത്തല്ല, അംബാസഡർമാർ വരെയുള്ള എല്ലാ തുറകളിലേക്കും കടന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തരത്തില് വളരെ ഓർഗനൈസ്ഡ് ആയ തരത്തിലുള്ള ഒരു ചാരവൃത്തി പ്രവർത്തനമാണ്. ഇതിനെ ഒരു തരത്തിലും നാഷണൽ സെക്യൂരിറ്റി പോലത്തെ വാദങ്ങൾ വെച്ച് ന്യായീകരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി ഞാൻ അഡ്വക്കേറ്റ് പ്രശാന്ത് സുഗതനിലേക്ക് വരികയാണ്. ഇതിന്റെ നിയമവശം ഒന്ന് പറയുമോ? ഇത് എങ്ങനെയാണ് ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഇതിനെ എങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റും? ഒരു പൗരനാണോ ഇതിനെ ചലഞ്ച് ചെയ്യേണ്ടത്? അത് ഒരു രാഷ്ട്രീയമായ ചെറുത്തുനിൽപ്പാണോ ചെയ്യേണ്ടത്? ഒരു ആഗോള സാഹചര്യത്തിൽ പറയണം, ഇന്ത്യൻ സാഹചര്യത്തിൽ മാത്രം പറഞ്ഞാൽ പോരെ, കാരണം മറ്റു പല രാജ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഇത് ഒരു പൗരന്റെ ഒരു പൗരാവകാശ ലംഘനമാണെങ്കിൽ തന്നെ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഇതിനെ ചലഞ്ച് ചെയ്യാൻ കഴിയും? ഇങ്ങനെയുള്ള ഒരു പെഗാസസ് പോലെയുള്ള ഒരു സിസ്റ്റത്തിനെ എങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റും ഒരു വ്യക്തിക്ക് ഇന്ത്യൻ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട്? തീർച്ചയായും ഇത് ആഗോളതലത്തിൽ കൂടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, ആഗോളതലത്തിൽ കൂടെ ആക്ഷൻ എടുക്കേണ്ട വിഷയമാണ്. അതായത് ഇതിൽ നമ്മൾ കാണേണ്ടത്, കുറച്ചു നാൾ മുന്നേ, ഒരു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, 5 Eyes അലയൻസ് എന്ന് പറയുന്നത്, അതായത് US, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്ന് പറയുന്ന രാജ്യങ്ങളും ഇന്ത്യയും ജപ്പാനും ചേർന്നൊരു ഒരുമിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കേണ്ടായി, ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ വാട്സാപ്പിൽ കാണുന്ന എൻക്രിപ്ഷൻ അല്ലെങ്കിൽ സിഗ്നൽ പോലുള്ള സേവനങ്ങൾ കാണുന്ന എൻക്രിപ്ഷൻ, ഇതിന് ബാക്ക് ഡോർ വേണമെന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം. അതായത് ഈ പറയുന്ന എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്സുകൾ കുറയ്ക്കണമെന്നും എൻക്രിപ്ഷൻ എളുപ്പത്തിൽ ഈ പറയുന്ന സെക്യൂരിറ്റി ഏജൻസികൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ഇതും പെഗാസസും ഇപ്പോൾ സംഭവിക്കുന്നതും ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ആവശ്യം ഒരു സെക്യൂരിറ്റി കൂടുക എന്നുള്ളതല്ല, അതായത് ഒരു സാധാരണ പൗരൻ ഉപയോഗിക്കുന്ന ആശയവിനിമയ മാർഗങ്ങളായാലും കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, ഇപ്പൊ ബാങ്കിങ് ആയാലും ഏത് മേഖലയിലും എൻക്രിപ്ഷൻ ആവശ്യമാണ്. ഇതിന്റെ സെക്യൂരിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഏത് ടെക്നോളജിസ്റ്റും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ രാജ്യങ്ങളുടെ ആവശ്യം ഇതിന് നേരെ വിപരീതമാണ്. എങ്ങനെ ഈ സെക്യൂരിറ്റി കുറയ്ക്കാം, അല്ലെങ്കിൽ ഇതിന് എങ്ങനെ ബാക്ക് ഡോർസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഇതിലിപ്പോ iOS-ന്റെ കാര്യം പറഞ്ഞു, ആൻഡ്രോയിഡിന്റെ കാര്യം പറഞ്ഞു. ഇതിൽ പലപ്പോഴും ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമുകളിലുള്ള ബാക്ക് ഡോർ വഴി അല്ലെങ്കിൽ അതിനുള്ള ന്യൂനതകൾ വഴിയാണ് ഈ മാൽവെയർസ് എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും സെക്യൂരിറ്റി കൂട്ടുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിൽ നിയമവശം, ഇത് ഇന്ത്യൻ നിയമം എടുക്കുകയാണെങ്കിൽ 2 രീതിയിലാണ്. ഇപ്പോൾ ടെലിഫോൺ ടാപ്പിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ടെലിഗ്രാഫ് ആക്ട് ആണ് അതിന് ഉള്ള ആക്ട് ഇത് പെർമിറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ 419A എന്ന് പറയുന്ന ടെലിഗ്രാഫ് റൂൾസിലെ റൂൾ ഉണ്ട്. അത് ഈ 419A വരുന്നത് PUCL ഒരു കേസ് ഉണ്ടായിരുന്നു സുപ്രീം കോടതി. അതിൽ സുപ്രീം കോടതി കൊണ്ടുവന്ന ഗൈഡ് ലൈൻസ് ആണ് 419A എന്ന് പറയുന്ന റൂൾ ആയിട്ട് വന്നത്. അതിലാണ് ഏത് രീതിയിൽ ഈ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാമെന്നും ഇത് ഏത് രീതിയിലുള്ള റിവ്യൂ കമ്മിറ്റി ഉണ്ടാകണമെന്നും പറഞ്ഞിട്ടുള്ളത്. ഇത് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഏറ്റവും ഹയസ്റ്റ് ലെവലിലായിരിക്കണം, സെക്രട്ടറി ലെവലിലായിരിക്കണം ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ ഇതിലൊരു വിരോധാഭാസം അന്ന് സുപ്രീം കോടതി അങ്ങനെ പറയാൻ കാരണം ഏറ്റവും ഹയസ്റ്റ് ലെവൽ വരികയാണെങ്കിൽ അത്രയും ഒരു ഹൈ ലെവലുള്ള ഓഫീസറായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓർഡേഴ്സ് കുറച്ചായിരിക്കും എന്നത് അവരത് ഒരു റീസൺഡ് ഓർഡർ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി ആ ഗൈഡ് ലൈൻസ് കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഞങ്ങൾ SFLC സോഫ്റ്റ് ഫിറ്റ് ആൻഡ് ലോ സെന്റർ 2014 കൊടുത്തൊരു വിവരാവകാശ റിക്വസ്റ്റ് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു മാസം സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് മാത്രം ഇഷ്യൂ ചെയ്യുന്നത് ഒരു 7,500-ഉം 9,000-നും ഇടയ്ക്ക് ടെലിഫോൺ ടാപ്പിംഗ് ഓർഡേഴ്സ് ആണ്. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മാത്രം ഇഷ്യൂ ചെയ്യുന്ന ഓർഡേഴ്സ് ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും ഇത് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ്സിലെ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഹോം സെക്രട്ടറിക്ക് അത് ഇഷ്യൂ ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ട്. ആ രീതിയിലാണ് ഈ ടെലിഫോൺ ടാപ്പിംഗ് ഓർഡേഴ്സ് വരുന്നത്. ടെലിഫോൺ ടാപ്പിംഗ് മാറി ഇപ്പോൾ നമ്മൾ അടുത്ത ലെവലിലാണുള്ളത്. അതായത് ഡിജിറ്റൽ രീതിയിൽ ഏതൊക്കെ രീതിയിൽ മോണിറ്റർ ചെയ്യാം അതിന് പെർമിറ്റ് ചെയ്യുന്നതാണ് IT ആക്ടിലെ 69-ാം വകുപ്പ്. അതും അതിനായിട്ട് അനുബന്ധിച്ചുള്ള റൂളുകൾ. അത് ഈ ടെലിഫോൺ ടാപ്പിംഗ് റൂൾ പോലെ തന്നെയാണ് ഇഷ്യൂ ചെയ്യേണ്ടത് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫീസേഴ്സ് ആണ്. പക്ഷെ ഇത് സംഭവിക്കുന്നത് ഇതിനൊരു റിവ്യൂ പ്രൊസീജിയർ ഉണ്ട്. ഈ റിവ്യൂ പ്രൊസീജിയർ തന്നെ എക്സിക്യൂട്ടീവ് ലെവലിലാണ് ചെയ്യുന്നത്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ ഉത്തരവിടുന്നു, അത് തെറ്റാണോ ശരിയാണോ എന്ന് നോക്കുന്നത് മറ്റൊരു വിഭാഗം ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഇതിലൊരു ജുഡീഷ്യറി ഇൻവോൾവ്മെന്റോ അല്ലെങ്കിൽ ഒരു പാർലമെന്ററി ഓവർസൈറ്റോ വരുന്നില്ല. അതാണ് തീർച്ചയായും ഇതിലുള്ള ഒരു പ്രധാന ന്യൂനത. ഇത് മറ്റു രാജ്യങ്ങളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അമേരിക്കയിലാണെങ്കിൽ ഇത് ജുഡീഷ്യറിയുടെ ഓവർസൈറ്റ് ഉണ്ട്. UK എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ജുഡീഷ്യറി ഓവർസൈറ്റ് ഉണ്ട്. പക്ഷെ അതുപോലെ ഒരു സംവിധാനം നമുക്കിവിടെ ഇല്ല, ഇന്ത്യയിലില്ല. ഇപ്പോൾ പെഗാസസിൽ വന്ന പാർലമെന്റിൽ ചോദ്യം വന്നപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു ആൻസർ ഒരിക്കലും ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. ഇത് പെഗാസസ് NSO തന്നെ തീർത്ത് പറയുന്നുണ്ട്, ഈ സോഫ്റ്റ്വെയർ അവർ രാജ്യങ്ങൾക്ക് മാത്രമേ വിൽക്കുന്നുള്ളൂ, ഗവൺമെന്റ് ഏജൻസികൾക്ക് മാത്രമേ വിൽക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇത് ഈ പറയുന്ന പൗരന്റെ അനിവർ ചീഫ് ജസ്റ്റിസ് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പരാതി കൊടുത്ത ഒരു ലേഡിയുടെ അവരുടെ കുടുംബാംഗങ്ങളുടെയും കാര്യം പറഞ്ഞു. ഇവരുടെ എന്താണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എന്ന് അറിയാൻ തീർച്ചയായും ചൈനയ്ക്കോ അല്ലെങ്കിൽ സൗദി അറേബ്യക്കോ താല്പര്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇത് നടന്നിട്ടുള്ളതെന്നാണ്. അങ്ങനെ വരുമ്പോൾ സ്മൃതി ഇറാനിയുടെ പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റിൽ ഇരിക്കുന്ന ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പേര് ഇതിന്റെ അകത്തുണ്ടല്ലോ. അപ്പോ തന്നെ വളരെ വ്യക്തമാണല്ലോ ഇത്. ഇപ്പോഴത്തെ IT മിനിസ്റ്റർ പോലും. അതെ, ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ ഓർമ്മിപ്പിക്കേണ്ട ഒരു പഴയ ചരിത്രമുണ്ട്. 2013 ഉണ്ടായ ഒരു സ്നൂപ്പ് ഗേറ്റ് എപ്പിസോഡ് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഗുജറാത്തില് സ്നൂപ്പ് ഗേറ്റ് എന്നൊരു വലിയൊരു വിവാദം ഉണ്ടായിരുന്നു. അന്നത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒരു സാഹേബ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറും തമ്മിലുള്ള ഒരുപാട് ഫോൺ കോൺവെർസേഷനുകൾ, ഒരു സ്ത്രീയെ ട്രാക്ക് ചെയ്യുന്ന ഒരുപാട് ഫോൺ കോൺവെർസേഷനുകൾ അന്ന് പുറത്തു വന്നിരുന്നു. കോബ്ര പോസ്റ്റ് ആണെന്ന് തോന്നുന്നു പുറത്തു കൊണ്ടുവന്നത്. അതെ അതെ, ഇത് ഏകദേശം അതിന്റെ ഒരു തുടർച്ച പോലെയാണ് തോന്നുന്നത്. അന്ന് നമുക്കറിയാം ഇന്നത്തെ ഹോം മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും അന്ന് ഗുജറാത്തിലാണ് അധികാരത്തിലുണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ സാധാരണ ഒരു മോണിറ്ററിങ് ടെലിഗ്രാഫ് ആക്ട് പ്രകാരമായാലും IT ആക്ട് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് അത് ലീഗലായിട്ട് നടക്കുന്നത്. ഇത് ഒരു മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. ശരിക്കും ഒരു മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറയുന്നത് IT ആക്ട് പ്രകാരം ഇല്ലീഗലാണ്. ആ ഒരു ആക്ടിവിറ്റിയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് എന്തുമാത്രം ലീഗലാണെന്നുള്ളത് തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നേരത്തെ ചോദിച്ചതുപോലെ തീർച്ചയായിട്ടും ഒരു പൗരന് സുപ്രീം കോടതി ആയാലും ഹൈക്കോടതിയുടെ മുന്നിൽ ചോദ്യം ചെയ്യാവുന്ന ഒരു വിഷയം തന്നെയാണ്. സുപ്രീം കോടതി പുട്ടസ്വാമി ജഡ്ജ്മെന്റിൽ കൃത്യമായി പറയുന്നുണ്ട്, ഒരു പൗരന് പ്രൈവസി എന്ന മൗലികാവകാശമുണ്ട്, സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ടതാണ് ആർട്ടിക്കിൾ 21 പ്രകാരം. അപ്പൊ അത് സംരക്ഷിക്കപ്പെടാത്തൊരവസ്ഥയിൽ ഗവൺമെന്റ് തന്നെ അത് ആ അവകാശം ലംഘിക്കുന്ന ഒരവസ്ഥയിൽ തീർച്ചയായും
ഒരു ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാവുന്നതാണ്. അല്ല, അപ്പോഴാണല്ലോ ഈ നാഷണൽ സെക്യൂരിറ്റിയുടെ ഒരു 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 മാസ്ക് എടുത്ത് അണിയുന്നത്. പക്ഷെ അത് ഇവിടെ ഈ കേസിൽ വളരെ വ്യക്തമാണ്. ഈ നാഷണൽ സെക്യൂരിറ്റിയുടെ പേര് പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രശാന്ത് കിഷോറിനെതിരെയോ ഈ പറഞ്ഞ സുപ്രീം കോടതി ജഡ്ജിക്കെതിരെ പരാതി കൊടുത്ത വനിതയ്ക്കെതിരെയോ നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കേസ് നിലവിലുള്ളതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. ഇനി ഞാൻ പ്രവീണിലേക്ക് വരികയാണ്. ഇത് ഒന്നാമത് ഞാനിങ്ങനെ ആളുകളുടെ പേര് വെച്ച് ഇങ്ങനെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണമെന്നില്ല. ഋഷിക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇതിൻ്റെ അകത്ത് അതാത് സമയങ്ങളിൽ ഇപ്പൊ അൻവർ ഇടപെട്ടതുപോലെ ആർക്ക് വേണമെങ്കിലും ഇടപെടാം. അല്ല, ഞാൻ അതിൻ്റെ അകത്തൊരു മധ്യസ്ഥത വഹിച്ച് എപ്പോഴും ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെന്നില്ല. എങ്കിലും ഞാൻ പ്രവീണിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഇതിനെ കാണുന്നത് ഒരു വലിയ ഡിസ്കണക്റ്റ് ഉണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മളെ ജുഡീഷ്യറി എടുത്തു കഴിഞ്ഞാലും നമ്മുടെ രാജ്യത്തിലെ ഒപ്പീനിയൻ മേക്കേഴ്സിനെ എടുത്തു കഴിഞ്ഞാലും ഈ പുതിയ ഡിജിറ്റൽ യുഗത്തിൽ ഉള്ള മനുഷ്യാവകാശത്തിനുള്ള മനുഷ്യാവകാശ ലംഘനത്തിനുള്ള പുതിയ സാധ്യതകളും അതുപോലെ പുതിയ ഡിജിറ്റൽ യുഗം വ്യക്തിക്ക് നൽകുന്ന കൂടിയ സ്വാതന്ത്ര്യങ്ങളും സ്വാതന്ത്ര്യത്തിന്റെ അമിതം എന്ന് പറയാൻ പറ്റില്ല, സ്വാതന്ത്ര്യത്തിന്റെ കൂടിയ മൂല്യങ്ങൾ ഒരു വ്യക്തിക്ക് ലഭിച്ചത് ഈ ഡിജിറ്റൽ കാലത്തിൽ ലഭിച്ചതും അതിനെ ലംഘിക്കുവാനുള്ള ഭരണകൂടങ്ങളുടെ ശ്രമങ്ങളും എല്ലാം കൂടെ എടുക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു ഡിസ്കണക്റ്റ് ഉണ്ട്. അതായത് ഇതിനെക്കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ ഈ രാജ്യത്തെ ഒപ്പീനിയൻ മേക്കേഴ്സിനും ഇപ്പൊ നിങ്ങളെ പോലെയുള്ള 4 പേർക്ക് ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ രംഗത്തും ഡിജിറ്റൽ യുഗത്തിന്റെ മനുഷ്യാവകാശങ്ങളെ കുറിച്ചുമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരും ഈ രാജ്യത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നവരിലും തമ്മിൽ വലിയ അറിവിന്റെ ഒരു വിടവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അഭിപ്രായത്തിനോട് പ്രവീൺ യോജിക്കുന്നുണ്ടോ? ഈ ഒരു ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ നേരത്തെ അനിവറും പ്രശാന്തും പറഞ്ഞ ഒരു പോയിന്റിന്റെ കൂടെ ഒരു കാര്യം ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് ഇപ്പൊ നമ്മൾ സുപ്രീം കോടതിയുടെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ നമ്മൾ അടുത്തിടെ കാണുന്ന പല കാര്യങ്ങളിലും നമ്മുടെ ആളുകളുടെ റൈറ്റ്സ്, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പല കേസുകൾ വരുന്ന സമയത്തും ഒന്നുമില്ലെങ്കിൽ ആ കേസ് കേൾക്കാതിരിക്കുക, അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം കേൾക്കുക. ഇപ്പൊ ആധാറിന്റെ കേസ്, ഇപ്പൊ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്ത കേസ്, ഇങ്ങനെ ഓരോരോ കേസുകൾ വരുമ്പോഴും എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനലി മാൻഡേറ്റ് ചെയ്ത ജനങ്ങളുടെ റൈറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ചെക്ക് വെക്കുക എന്നുള്ള ആ ഒരു ഡ്യൂട്ടിയിൽ എന്താ പറയാ വളരെയധികം പിറകോട്ട് പോയിട്ടുണ്ട്. പിന്നെ അടുത്ത കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു ചെറിയ പോസിറ്റീവ് സിഗ്നൽസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോ ചീഫ് ജസ്റ്റിസ് അതുപോലെ ചന്ദ്രചൂഡൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ പ്രതീക്ഷ നൽകുന്നു. പക്ഷെ എത്രത്തോളം ശക്തമായിട്ട് അവർക്ക് ഇതിൽ ഇടപെടാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഇപ്പോഴും. അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സാധനം തന്നെയാണ് പല ഇപ്പൊ സുപ്രീം കോടതി ജഡ്ജിമാരും അവരുടെ റിട്ടയർമെന്റിന് ശേഷം ചില പ്രത്യേക ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രത്യേക പോസ്റ്റുകളൊക്കെ കിട്ടുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എത്രത്തോളം ജുഡീഷ്യറിക്ക് ഇതിനകത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിക്യൂട്ടീവിന് ഒരു ചെക്ക് ആയിട്ട് നമ്മുടെ ഡെമോക്രസിയിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും എന്താ പറയാ ഒരു കൺസേൺ ഉണ്ട്. അപ്പൊ അത് പിന്നെ ഇപ്പൊ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ ഇതൊരു അറിവ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിജിറ്റൽ ടെക്നോളജിയുടെ ഒരു സാധ്യതയും ഒരു അറിവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ എനിക്ക് തോന്നുന്നു ആ ഒരു എന്താ പറയാ ഇപ്പോഴത്തെ ഗവൺമെന്റ് ആണ് ഈ RSS പോലെയുള്ള ഒരു പ്രത്യേക ഐഡിയോളജിയിൽ കംപ്ലീറ്റ്ലി ഒരു അതോറിറ്റേറിയൻ എല്ലാവരെയും അവരുടെ കീഴിൽ കൊണ്ടുവരേണ്ട രീതിയിൽ ഒരു ഫിലോസഫിക്കൽ ആയിട്ട് തന്നെ ഒരു ബാക്കിംഗ് ഉണ്ട്. അപ്പൊ ഇത് പിന്നെ ഇപ്പോ നമ്മൾ കണ്ടു സുപ്രീം കോടതിയിൽ നേരത്തെ ഈ പ്രൈവസിയുടെ കേസ് വന്നപ്പോൾ തന്നെ ഗവൺമെന്റ് വാദിച്ചത് ജനങ്ങൾക്ക് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രൈവസി ഇല്ല എന്നാണ്. അവിടെ സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ മാത്രമാണ് അതിനകത്ത് അറ്റ്ലീസ്റ്റ് ലീഗലി അത് എന്താ പറയാ റൈറ്റ് ടു പ്രൈവസി അപ്ഹോൾഡ് ചെയ്തത്. അപ്പൊ ഇത് കൃത്യമായ ഗവൺമെന്റ് ഒരു ഫിലോസഫിക്കൽ ബാക്കിങ്ങോട് കൂടെയാണ് അവർക്ക് എങ്ങനെയുള്ള ഒരു ഹിന്ദു രാജ്യം ബിൽഡ് ചെയ്യാന്നൊക്കെയുള്ള കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. അതൊരു
ഇതിനെപ്പറ്റിയുള്ള അറിവില്ലായ്മയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ കൃത്യമായ ഒരു ഫിലോസഫിക്ക് വേണ്ടി അതിനെ ഡ്രൈവ് ചെയ്യുന്നു. അതിനകത്ത് എനിക്ക് ചോദിക്കാനല്ല എനിക്ക് പറയാനുള്ള, ഇപ്പൊ നമ്മൾ ബാക്കി ഒത്തിരി ഇപ്പൊ നമ്മൾ സിവിൽ സൊസൈറ്റി ബാക്കിയുള്ള അവരെല്ലാവരും നമ്മളൊക്കെ എത്രത്തോളം സീരിയസ് ആയിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രത്തോളം അത് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു നല്ലൊരു ഫങ്ഷനിങ് ഡെമോക്രസിയിലാണെങ്കിൽ നമുക്ക് പറയാം ഓക്കെ, മീഡിയ അതുപോലെ സിവിൽ സൊസൈറ്റി ഇങ്ങനെ നമുക്ക് ജസ്റ്റ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കോടതി അല്ലെങ്കിൽ വേറൊരാൾ അതിനെ ചെക്സ് ആൻഡ് ബാലൻസ് വെക്കും. പക്ഷെ ഇപ്പൊ എക്സിക്യൂട്ടീവ് തോന്നുന്ന എല്ലാം ചെയ്യുകയാണ്, അതിനെ ചോദിക്കാനും പറയാനും ആളില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ. ഇപ്പൊ നമ്മൾ അടുത്തിടെ എന്താ പറയാ US ഫ്രീഡം ഹൗസ് അതുപോലെ സ്വീഡനിലെ ഡെമോക്രസി അവരുടെ ഇങ്ങനെ 2 NGOs ഇപ്പൊ ഇന്ത്യയെ ഇപ്പൊ കാറ്റഗറൈസ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോൾ ഓട്ടോക്രസി എന്നുള്ള രീതിയിലേക്കാണ്. എലക്ഷൻ മാത്രമേ അറ്റ്ലീസ്റ്റ് ഇപ്പോ പ്രോബബ്ലി, അതും എത്ര കാലത്തേക്ക് ആ എലക്ഷൻ ഫെയർ ആയിട്ടോ അല്ലെങ്കിൽ റീസണബിൾ ആയിട്ട് നമുക്കൊരു ഗവൺമെന്റ് മാറ്റാൻ പറ്റുമെന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട് സൈഡില്. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കൂടുതലായിട്ട് എലക്ഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഡയറക്റ്റ് ആയിട്ട് പൊളിറ്റിക്കൽ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് ആൾക്കാർ ഇതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു നോർമലി ഫങ്ഷനിങ് ഒരു ഡെമോക്രസിയുടെ സമയത്ത് നമ്മൾ നോർമലി ആൾക്കാർ ഡിവിഷൻ ഓഫ് ലേബർ എന്നോ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള കാര്യം മാത്രം ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അതിന് വലിയ കുഴപ്പമില്ല, ഒരു നല്ല രീതിയിലെല്ലാം പോകുന്നുണ്ട്. പക്ഷെ കംപ്ലീറ്റ്ലി ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരു ഫ്ലഡ് അല്ലെങ്കിൽ എർത്ത് ക്വേക്ക് ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരും കൂടെ അതിനകത്ത് റെസ്ക്യൂ ഓപ്പറേഷന് ഇറങ്ങേണ്ടി വരും. അപ്പൊ ഞാൻ ഇപ്പൊ കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ്, എനിക്കിപ്പോ അതിനകത്തൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇന്ത്യൻ ഡെമോക്രസി ഇപ്പോ നേരിട്ട് കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അതിനകത്ത് ഒരു ആക്റ്റീവായിട്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ റോള് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന ആളുകളുടെ ഐഡിയോളജിക്കൽ ബേസിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അവരുടെ അറിവില്ലായ്മയെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള അവര് ഭരണപക്ഷത്തായിക്കോട്ടെ പ്രതിപക്ഷത്തായിക്കോട്ടെ, അവർ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരായിക്കോട്ടെ, ഉദ്യോഗസ്ഥ നേതൃത്വത്തിലുള്ളവരോ ജുഡീഷ്യറിയിലുള്ളവരോ ആയിക്കോട്ടെ, ഇതിന്റെ ഒരു വിദ്യാഭ്യാസത്തിന്റെ, അതായത് ഈ ഡിജിറ്റൽ കാലത്ത് ഉണ്ടാകാവുന്ന ഭീഷണികളെ കുറിച്ചുള്ള ഒരു തരം ഇല്ലിറ്ററസി ഉണ്ടോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ഓക്കെ, എനിക്കത് തോന്നുന്നത് പൊതുവെ അതിപ്പോ ഡിജിറ്റൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുണ്ട്, പക്ഷെ അതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് ആളുകളെല്ലാം എന്താ പറയാ ഇപ്പൊ നമ്മുടെ ഡെമോക്രസി എന്ന് പറയുമ്പോൾ പൊതുവെ എന്താ പറയാ 4 പില്ലേഴ്സ് ഉണ്ട്, അങ്ങോട്ട് ചെക്സ് ആൻഡ് ബാലൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആൾക്കാർ അത് ആ ഒരു ഡിക്ഷണറിയിൽ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ട് ആ ഡെഫിനേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള അസംഷനിലാണ് ആൾക്കാർ പലരും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ബ്രേക്കായി എന്നുള്ള ഒരു റിയലൈസേഷൻ വന്നിട്ടില്ല. അതൊരു ഡിജിറ്റൽ ഇതിന്റെ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊതുവിലായിട്ടുള്ള നമ്മുടെ സിസ്റ്റം ഒരു നോർമൽ ഫങ്ഷനിങ് ഡെമോക്രസി അല്ല എന്നുള്ള റിയലൈസേഷൻ ആൾക്കാർക്ക് വരേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അതിനകത്ത് ഇപ്പോ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു തവളയെ നമ്മൾ വെള്ളത്തിലിട്ട് അതിങ്ങനെ പതുക്കെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇപ്പൊ ചെറുതായി ചൂടുള്ള സമയത്ത് അതിനകത്ത് ചാടാൻ നമുക്ക് തവളയ്ക്ക് ഓപ്ഷൻ ഉണ്ടാവും. പക്ഷെ തവള ചാടൂല, ഇത്തരത്തില് ചൂടാ പതുക്കെ കൂടെ അവസാനം ഒത്തിരി തിളച്ചു തുടങ്ങുമ്പോഴേക്ക് അതിന്റെ ഓർഗൻസ് എല്ലാം ഇതായി പോകും, പിന്നെ ചാടാൻ പറ്റത്തില്ല. അതുപോലെയാണ് നമ്മൾ ചെറുതായി നമ്മുടെ സ്വാതന്ത്ര്യങ്ങളും നമ്മുടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ അത് ഇനി കുറച്ചുകൂടെ സ്ട്രോങ് ആകുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രവീൺ, കേരള ഹൈക്കോടതിയിൽ ഈ പുതിയ IT നിയമത്തിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? അതിന്റെ എന്താണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്? അത് നമ്മൾ പറയുന്ന പോലെ ഈ IT റൂൾസ് നമ്മുടെ പ്രൈവസിക്കും അതുപോലെയുള്ള മറ്റ് ഫ്രീഡംസിനും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടി ചെയ്യുന്ന പല ഫ്രീഡംസിനും എതിരായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. പിന്നെ പ്രശാന്ത് തന്നെയാണ് അത്
ഫയൽ ചെയ്തിട്ടുള്ള അറിയാം. ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമായിരിക്കും. ഈ പ്രശാന്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇനി ഋഷികേശിലേക്ക് പോവുകയാണ്. ഇപ്പോ പ്രവീൺ പറഞ്ഞോളൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയപ്പോൾ, നമ്മുടെ വീട്ടിൽ കോവിഡ് വന്നപ്പോൾ ആണ് വലിയ തോതിൽ സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചത് എന്നത് നമുക്കറിയാം. ഇത് എൻ്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ എൻ്റെ പ്രൈവസിയിൽ പ്രവേശിക്കുന്നില്ല എന്ന ഒരു ധാരണയിലാണ് ഈ വ്യക്തികൾ ഇപ്പോഴും പ്രവീൺ പറഞ്ഞതുപോലെയുള്ള ഒരു വലിയ ജനാധിപത്യ സംരക്ഷണ ബോധത്തിലേക്ക് ഉയരാത്തത് എന്നാണ് ഞാൻ കരുതുന്നത്. ഋഷി എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിനെ കരുതുന്നത്? എങ്ങനെ ഒരു ബോധവൽക്കരണം ഉണ്ടാകും? എങ്ങനെ ഇപ്പൊ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉണ്ടായ വലിയൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ആ മുന്നേറ്റം ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് ശരിക്കും പഠിക്കേണ്ടതാണ്. ഈ രാജ്യത്തെ ഗ്രാമീണ തലത്തിലുള്ള ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നോട്ട് വരികയായിരുന്നു. ഈ പുതിയ കാലത്ത് എൻ്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ ഈ സർക്കാർ നോക്കുന്നുണ്ട് എന്നാണ് വ്യക്തി മനസ്സിലാക്കാൻ പോകുന്നത്. എനിക്ക് നേരത്തെ ഞാൻ പ്രവീണേട്ടൻ പറഞ്ഞ കാര്യങ്ങളിലോട് യോജിക്കുന്നുണ്ട്. അതായത് ആളുകൾ നമ്മളെ സിസ്റ്റത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയും സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് കൽപ്പിച്ച് നൽകിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു ബിലീഫിലാണ് ആളുകൾ ഉള്ളത് എന്നുള്ള ഒരു പ്രവീണേട്ടന്റെ നിരീക്ഷണത്തോട് എനിക്ക് തത്വത്തിൽ യോജിപ്പാണ്. പക്ഷേ ഡിജിറ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നൂതന സാങ്കേതിക വിദ്യ കൊണ്ട് ഉണ്ടായി വരുന്ന കാര്യങ്ങളായിട്ട് വരുന്ന സമയത്ത് നേരത്തെ സാറ് ചൂണ്ടിക്കാണിച്ചതുപോലത്തെ ഒരു അറിവില്ലായ്മ ഡിസിഷൻ മേക്കേഴ്സിലല്ല, ജനറലി ഇൻ പബ്ലിക്കിൽ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഇത് ഇപ്പം പ്രൈവസി ജഡ്ജ്മെന്റിന്റെ കാര്യം നേരത്തെ പ്രശാന്ത് പറഞ്ഞു. ഈ കേസ് കോടതിയിൽ ഉണ്ടായിരുന്ന സമയത്തും നമ്മൾ പൊതുസമൂഹം ഇതിനോട് പ്രതികരിച്ചതിലുള്ള പല പ്രതികരണങ്ങളും നമ്മൾ കണ്ടാണ്. അപ്പോൾ ഇതിനെപ്പറ്റി വളരെ ലേൺഡ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈവസി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റലോ അല്ലെങ്കിൽ അബ്സല്യൂട്ടോ ആയിട്ടുള്ള റൈറ്റ് ആണ് എന്നുള്ള ഒരു ധാരണയൊന്നും പൊതുസമൂഹത്തിന് ഉണ്ടായിരുന്നില്ല. ഭക്ഷണമല്ലേ ഇതിനെക്കാട്ടിലും വലുത്, അരി കിട്ടുന്നതിനോ അപ്പുറത്താണോ ഇത് എന്നുള്ള രീതിയിലുള്ള ആർഗ്യുമെന്റുകൾ ഭയങ്കര വൈഡായിട്ട് പൊതുമാധ്യമങ്ങളിൽ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഈ പറയുന്നത് പോലെ എല്ലാവിധ റൈറ്റ്സ് മൂവ്മെന്റുകളുടെയും ഭാഗമായിട്ട് ഇതിനു മുമ്പ് ഇപ്പൊ സ്വാതന്ത്ര്യത്തിനെക്കാട്ടിലും വലുതാണ് ഈ പറയുന്ന പോലെ ഭക്ഷണത്തിനുള്ള അവകാശം ഇത് എന്നൊക്കെയുള്ള തരത്തിലുള്ള ആർഗ്യുമെന്റുകൾ നമ്മൾ ചരിത്രത്തിൽ പല സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതിന്റെ പ്രത്യേകിച്ച് ഇതിനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ആളുകളുടെ ജീവിത രീതി പൊതുവെ സമൂഹത്തിൽ മാറി വന്നിരുന്നത് ഈ പറയുന്നത് പോലെ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള പരിണാമത്തിലൂടെയും അങ്ങനെയൊക്കെ വന്നതിൽ നിന്ന് മാറിയിട്ട് ഇപ്പം ഭയങ്കര അതിവേഗത്തിലുള്ള ടെക്നോളജി അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റം വ്യക്തികൾക്കും സമൂഹത്തിനും അവരുടെ ജീവിത രീതികൾക്കും ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് അഡാപ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടുള്ള ഈ പുതിയ മാറ്റങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു എഫക്റ്റീവ് സിസ്റ്റം ഇപ്പോഴും ഇൻ പ്ലേസ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു കുറച്ചും കൂടെ എക്സ്പ്ലനേറ്ററി ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഈ പറയുന്നത് പോലെ നൂതന സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നുണ്ട്, കമ്പ്യൂട്ടറുകൾ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്, ഈ പറയുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൂളുകളാണ്. ഇപ്പൊ നമ്മളൊരു പേന ഉപയോഗിക്കാൻ പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു കൈക്കോട്ട് ഉപയോഗിക്കാൻ പഠിക്കുന്നത് പോലെയുള്ള ടൂളുകളായിട്ടാണ് ഈ പറയുന്ന കമ്പ്യൂട്ടറിനെയും സ്മാർട്ട് ഫോണിനെയും അല്ലെങ്കിൽ ഫോണിനെയും ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ടൂളുകളായിരിക്കുമ്പോൾ തന്നെയും ഇത് മറ്റൊരു ലോകത്തിലേക്ക് കൂടെ വാതിൽ തുറക്കുന്നുണ്ട് എന്നുള്ളതും ഈ പറയുന്നത് പോലെ ഒരു പബ്ലിക് സ്പേസ് നമ്മൾ ഒരു നിരത്തിലിറങ്ങിയിട്ട് പെരുമാറുന്നിടത്തുള്ള മര്യാദകൾ ആളുകൾ ഈ പറയുന്ന പോലെ ഓൺലൈൻ സ്പേസുകളിൽ വന്ന് പെരുമാറാത്തത് ഇതുകൊണ്ടാണ്. ഇതൊരു പൊതുവിടമാണ്, ഇതൊരു സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്പേസ് ആണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇതുപോലെ ഡിജിറ്റൽ സ്പേസുകളിൽ നമ്മുടെ അവകാശങ്ങൾ എന്താണ്, നമ്മൾ എന്തൊക്കെ നമ്മുടെ ബാധ്യതകൾ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണക്കുറവ് പൊതുജനങ്ങൾക്കുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു പബ്ലിക്കലി റാൻഡംലി ഒരാളെ ചൂസ് ചെയ്തിട്ട് അയാളുടെ വീട്ടിലെ ബെഡ്റൂമിൽ ഒരു ക്യാമറ വെച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ എടുത്തിട്ട് അടിക്കും.
അല്ലെങ്കിൽ ഇയാള് ഞാൻ വന്ന് കുറച്ചു നേരം അവിടെ ഇരുന്നോട്ടെ, നിങ്ങൾ 2 ദിവസം ഞാൻ നിങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്നോട്ടെ, നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിക്കില്ല. ഇതേ കാര്യമാണ് എന്താണ് ടെക്നോളജി ഉപയോഗിച്ച ആളുകൾ ചെയ്യുന്നത്. ഇപ്പം നേരത്തെ തുടക്കത്തിൽ സാർ ചോദിച്ചു എന്താണ് പെഗാസസും ഈ ഫോൺ ചോർത്തലുമായിട്ട് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു. അതിൽ ആ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഇതിനു മുമ്പ് ഈ ഒന്നുകൂടി ചെറുതായി ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഈ പെഗാസസിനെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് കണ്ടുവരുന്ന ഒരു വലിയൊരു ആർഗ്യുമെന്റ് ആണ് യെറ്റ് അനദർ സ്പൈവെയർ എന്ന്. നമ്മൾ ഒരുപാട് സ്പൈവെയറുകൾ കണ്ടിട്ടുണ്ട്, ഈ സ്പൈവെയറുകൾ ഇന്ന് ഉണ്ടായതൊന്നും അല്ലല്ലോ എന്നുള്ള തരത്തിലുള്ള ഒരു ആർഗ്യുമെന്റ്, നിസാരവൽക്കരിക്കപ്പെടുന്ന മറ്റൊരു സ്പൈവെയർ എന്നുള്ള തരത്തിലുള്ള ഇത് കാണുന്നുണ്ട്. ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലഭ്യമായുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇന്ന് ലഭ്യമായ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്പൈവെയർ ആണ്. ഓൾമോസ്റ്റ് എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള കൺട്രോളുകളാണ്. ജനറലി ഈ പറയുന്ന പോലെ സ്പൈവെയറുകൾ എന്ന് പറഞ്ഞാൽ മിനിമം കൺട്രോളുകളാണ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ചോർത്താൻ പറ്റുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് ഏതാണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നേരത്തെ അനിവർ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവലിൽ വർക്ക് ചെയ്തിട്ട് എല്ലാവിധ കൺട്രോളുകളും ഇതിൽ നിന്ന് എടുക്കുന്ന സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പൈവെയർ ആണ് പെഗാസസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇസ്രായേലി സർക്കാർ ഇതിനെ ആയുധമായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒരു ഗവൺമെന്റ് തന്നെ ഇതിനെ ആയുധം എന്നുള്ള നിലയ്ക്ക് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഈ NSOയുടെ കയ്യിൽ നിന്ന് ഈ പെഗാസസിന്റെ എന്താണ് ഒരു ഡീൽ സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ, ഒരു പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇസ്രായേലി മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ക്ലിയറൻസ് ആവശ്യമാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻസും അവരുടെ ക്ലിയറൻസും ആവശ്യമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ സാധാരണ വിവാദങ്ങൾ വരുമ്പോൾ പ്രൈവറ്റ് കമ്പനികൾ പല കാര്യങ്ങളും പറയും അവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഗവൺമെന്റുകൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ട്രസ്റ്റഡ് ഈ പറയുന്ന പോലെ ജെന്വിൻ യൂസിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുന്ന NSOയുടെ വാദത്തെ ഇങ്ങനത്തെ ഒരു എക്സ്ക്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു വെറുതെ പറയുന്ന ഒരു കാര്യമായിട്ട് കണക്കിൽ എടുക്കാതെ ആളുകൾ സീരിയസ് ആയിട്ട് എടുക്കുന്നതിനുള്ള ഒരു റീസൺ ഇതുകൊണ്ട് കൂടിയാണ്. അതായത് ഇസ്രായേലി ഗവൺമെന്റിന്റെ അനുമതിയോട് കൂടി മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കച്ചവടമാണ് എന്നിരിക്കെ ഇതൊരു ആയുധമാണ്. ഈ സ്പൈവെയർ ഉപയോഗിച്ചിട്ട് നമ്മളുടെ 24/7, അതായത് മുഴുവൻ സമയ കാര്യങ്ങളാണ് ഇത് ചെയ്യാൻ പറ്റുക. അതായത് റിമോട്ട്ലി മൈക്രോഫോൺ എനേബിൾ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും റിമോട്ട്ലി ക്യാമറ എനേബിൾ ചെയ്യാം, നമ്മളുടെ സ്പെസിഫിക് ലൊക്കേഷൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് ഇൻഫെക്റ്റ് ആയ സമയത്ത് മാത്രമല്ല, ഹാർഡ്വെയർ ആക്സസ് ലഭിക്കുന്നതിലോടുകൂടി ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന, അതായത് ഹിസ്റ്റോറിക്കലി മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള വിവരങ്ങൾ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. നേരത്തെ പ്രോക്സിമിറ്റി സെൻസറും ഒക്കെ പറഞ്ഞതുപോലെ ഡിഫറെന്റ് സെൻസറുകൾ ഉപയോഗിച്ചിട്ട് ഏത് ഡയറക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്, ഏത് ആളുകളെയൊക്കെയാണ് നമ്മൾ കാണുന്നത് എന്നൊക്കെ വലിയൊരു പ്രിസിഷനോട് കൂടി കണ്ടുപിടിക്കാൻ ഇന്ന് പറ്റും. ഇത് എങ്ങനെ ഫോൺ ചോർത്തലിൽ നിന്ന് വ്യത്യാസമാകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഫോൺ ചോർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടത്തുന്ന ഒരു പബ്ലിക് ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു പോർഷൻ മാത്രമാണ്. നമ്മൾ ഫോണിലൂടെ സംസാരിക്കുന്ന ആ ഒരു സമയം 10 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ആയിക്കോട്ടെ, ആ 1 മണിക്കൂറാണ് ഒരാൾക്ക് കേൾക്കാൻ പറ്റുന്നത്. അത് ശരിയാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ പെഗാസസ് എന്ന് പറയുന്ന ഒരു സ്പൈവെയർ ഇൻഫെക്റ്റ് ആവുന്നതോടുകൂടി ഒരാളുടെ ജീവിതത്തെ 24/7, നമ്മളിപ്പോ 1987 പറയുന്നത് പോലെ ബിഗ് ബ്രദർ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. ഇതാണ് വ്യത്യാസം. പിന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നേരത്തെ പ്രശാന്ത് സുഗതൻ പറഞ്ഞതിനോടൊന്ന് ചേർത്ത് പറയുകയാണ്. ഈ പറയുന്ന പോലെ സർവൈലൻസിന്റെ നിയമവശങ്ങളെ പറ്റി അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇവിടെ സർവൈലൻസ് മാത്രമല്ല ഈ പെഗാസസിന്റെ നിയമവശങ്ങൾ ബാധകമാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് കുറച്ചുകൂടെ വ്യക്തമാക്കാൻ സാധിക്കുമായിരിക്കും. കാരണം ഒരാളുടെ പേഴ്സണൽ ഡിവൈസിലേക്ക് ഇൻഫെക്ട് ചെയ്യുകയും അതിനെ ഓൾട്ടർ ചെയ്യുക എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഹാക്കിങ്ങിന്റെ കറസ്പോണ്ടിങ് നിയമവശങ്ങളും അതുപോലെ ഈ തെഫ്റ്റ് ഒക്കെ അതിലവിടെ അപ്ലിക്കബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അത് കൂടുതൽ വിശദീകരിക്കാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ സർവൈലൻസ് നോംസ് മാത്രമല്ല, ഈ പറയുന്ന പ്രൈവസി അതുപോലെ പ്രൈവസി നോംസും മാത്രമല്ല, ഈ പറയുന്ന പോലെ ഇൻഡിവിജ്വൽ പൊസഷൻസിലേക്ക് അധികാരം അനുവാദം കൂടാതെ ഇടപെടുന്നതും അതിന്റെ കൺട്രോൾ കൈയടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളും അവിടെ ആപ്ലിക്കബിൾ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് എന്നെക്കാട്ടിലും ബെറ്റർ ആയിട്ട് പറയാൻ പറ്റുമായിരിക്കും. ഹലോ, ഋഷി പറഞ്ഞത് ശരിക്കും അത്
പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഇത് ശരിക്കും സാധാരണ ഒരു സർവൈലൻസ് പോലെ മാത്രമല്ല, ഇതൊരു അൺഓതറൈസ്ഡ് ആക്സസ് ആണ്. എല്ലാ സർവൈലൻസും തന്നെ ഒരിക്കലും വ്യക്തിയുടെ അനുവാദത്തോടെയല്ല ചെയ്യുന്നത്. പക്ഷെ ഇത് ഒരു വ്യക്തിയുടെ ഈ പേഴ്സണൽ ഡിവൈസസിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം IT ആക്ട് പ്രകാരമാണെങ്കിൽ സെക്ഷൻ 43 അല്ലെങ്കിൽ സെക്ഷൻ 66 പ്രകാരമുള്ള കുറ്റകരമായ ഒരു പ്രവൃത്തിയാണിത്. അതിൽ പലപ്പോഴും വരുന്നത് ഇപ്പോ ഒരു ഒരു പോലീസ് വന്ന് വീട് സെർച്ച് ചെയ്യുന്നു, അതൊരു വാറന്റ് ഉണ്ടായിരിക്കും, അതിനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. ആ രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ഒരു മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. ഇത് ഒരു വ്യക്തിയുടെ മൊബൈൽ ഫോണിലെ എല്ലാ വിവരങ്ങളുമാണ്. ഋഷി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അതായത് ഒരു വ്യക്തിയുടെ ഒരു ടെലിഫോൺ സംഭാഷണം ചോർത്തത് പോലെയല്ല ഇത്. ആ ഫോണിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും. അത് മാത്രമല്ല, ഋഷി നേരത്തെ 1984 കുറിച്ച് പറഞ്ഞു. നമ്മൾ പലപ്പോഴും തമാശ രൂപേണ നേരത്തെ പറയുമായിരുന്നു ആ ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന്. പക്ഷെ അതിലുള്ള പോലെ തന്നെ കൃത്യമായിട്ടും ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ 24/7 സർവൈലൻസ് സിസ്റ്റം. നമ്മൾ എവിടെ പോയാലും കയ്യിൽ വെക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ. അതായത് ഈ PUCL നേരത്തെ പറഞ്ഞ PUCL ഗൈഡ് ലൈൻസ് എല്ലാം വരുന്നത് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടമാണ്. ലാൻഡ് ലൈൻ ടെലിഫോൺ ടാപ്പിംഗ് ആണ് അന്ന് ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ ഉള്ളത് അതിന് വളരെ നമ്മൾ ഇപ്പോൾ നമ്മൾ എവിടെ യാത്ര ചെയ്യുന്നു, എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, ഈ വിവരങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നു. അതുപോലെ തന്നെ ആ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നു, അതിലെ മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നു. ആ രീതിയിൽ എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. ഒരു മൊബൈൽ ഫോണിലേക്ക് ആക്സസ് കിട്ടുക എന്നാൽ ആ ഒരു വ്യക്തിയെ 24 മണിക്കൂറും വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് 1994 പറഞ്ഞതിലും എന്താ പറയാ എത്രയോ മുകളിലുള്ള ഒരു കാര്യമാണ്. ജോർജ് ഓർവെലിന് പോലും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത് ശരിക്കും. അത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം ഈ സാമാന്യവൽക്കരണം. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് തന്നെ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രം കഴിഞ്ഞ 1975 80-കളിലും 90-കളിലും ഒക്കെ നടന്ന രാഷ്ട്രീയമായിട്ടുള്ള ഫോൺ ചോർച്ചകളുടെ എല്ലാം ചരിത്രം പറയുകയും അപ്പൊ ഇതൊക്കെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ ഒരു സാമാന്യവൽക്കരണം നടത്തിയിട്ട് ഇതിന്റെ ഗൗരവത്തിനെ കുറയ്ക്കുന്ന ഒരു ടെൻഡൻസി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ പുറകിലുള്ള രാഷ്ട്രീയം ഉണ്ട്. അതിന്റെ പുറകിൽ ഇതിന്റെ ഗൗരവം ഒന്ന് കുറച്ച് കാണുന്ന രീതി എന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ് ഈസ് എ വെരി ഡേഞ്ചറസ് ട്രെൻഡ് എന്നോട് പറയാം. അതായത് രാഷ്ട്രീയമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഒരു ഗവൺമെന്റിന്റെ വക്താവ് അത് പറയുന്നു, നേരത്തെയുള്ള ഗവൺമെന്റ് അത് ചെയ്തിരുന്നു. പക്ഷേ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പല അഭിപ്രായങ്ങൾ ഈ രീതിയിൽ കാണുന്നുണ്ട്. ഇത് നേരത്തെയുള്ള ഗവൺമെന്റുകളും ചെയ്തിരുന്നതാണ്, നേരത്തെയുള്ള സർക്കാരുകളും ചെയ്തിരുന്നതാണ്. അതായത് നമ്മൾ അതൊരു നോർമലൈസ് ചെയ്യാണ്. ഇങ്ങനെ സംഭവിക്കുന്നത് തെറ്റല്ല എന്നുള്ള രീതിയിൽ ആ ഒരു ചിന്തയിലേക്ക് പോവുകയാണ്. അത് തീർച്ചയായും അതിനെക്കുറിച്ച് ജനങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവീൺ നേരത്തെ പറഞ്ഞിരുന്നു ഈ കോടതിയിൽ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് പറയാമോ? എന്താ അതിന്റെ വിശദാംശങ്ങൾ? അത് കോടതിയിൽ നമ്മൾ ചലഞ്ച് ചെയ്തിരിക്കുന്നത് 2021 IT റൂളുകളെയാണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആദ്യം ഫേസ്ബുക്കും ട്വിറ്ററും എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ, ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് അറബ് സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ടെല്ലാം പറഞ്ഞൊരു കാര്യം, എല്ലാവർക്കും എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു പുതിയ മീഡിയം വന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോ സംഭവിക്കുന്നത് അതല്ല. ഇപ്പോ ഈ പറയുന്ന കുറച്ച് കമ്പനികൾ, ഇന്റർമീഡിയറീസ് എന്ന് വിളിക്കുന്ന കമ്പനികൾ, ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ ആയാലും ഗൂഗിൾ യൂട്യൂബ് ആയാലും, ഇവർക്കൊരു നല്ല കൺട്രോൾ ഉണ്ട് നമ്മൾ എന്ത് സംസാരിക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ. അതുകൊണ്ട് തന്നെ സർക്കാരുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള നിയന്ത്രണം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാവുകയല്ല, ശരിക്കും എളുപ്പമാവുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ കുറച്ച് കമ്പനികളെ മാത്രം റെഗുലേറ്റ് ചെയ്താൽ മതിയാകും. നമ്മൾ എന്ത് പറയണം, ആരൊക്കെയുമായി ബന്ധപ്പെടണം എന്ന് തീരുമാനിക്കാനായിട്ട് ഈ കമ്പനികൾക്ക് കഴിയുന്നു. പ്രവീൺ പോലെയുള്ളവർ ചെയ്യുന്നത് ഇതെങ്ങനെ
ഒരു ഫ്രീ സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി ഇതെങ്ങനെ ചെറുക്കാം എന്നുള്ളൊരു കാര്യം കൂടെ പ്രവീൺ അതുപോലെ സ്വതന്ത്ര സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുള്ളവർ പലരും ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നത് അതാണ്. അതായത് ഈ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഗൂഗിൾ, യൂട്യൂബ് ഇത് മുതലായ കാര്യങ്ങൾ അത് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, അത് റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സർക്കാരുകൾക്ക് തീർച്ചയായും നമ്മളുടെ സംഭാഷണം, നമ്മൾ ഈ പറയുന്ന ഇന്റർനെറ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു റെഗുലേഷനാണ് 2021 വന്ന IT നിയമങ്ങൾ, IT റൂൾസ്. ഇതിനെതിരെയുള്ള ചലഞ്ചാണ് പ്രവീൺ കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ സർവൈലൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് വാട്സാപ്പിൽ എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. വാട്സാപ്പിൽ ആരാണ് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ, ഒരു ബൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ, ഫോർവേഡഡ് മെസ്സേജസ് വരുമ്പോൾ ഇത് ആരാണ് ആദ്യം അയച്ചതെന്ന് വ്യക്തമല്ല. പക്ഷെ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഗവൺമെന്റ് നൽകുകയാണെങ്കിൽ അത് ആരാണ് ആദ്യം അയച്ചതെന്ന് പറയാൻ വാട്സാപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം, സിഗ്നൽ തുടങ്ങിയ സർവീസുകൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എൻക്രിപ്ഷൻ ഉണ്ടെന്ന് പറയാമെങ്കിലും ഈ രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ സ്വകാര്യതയും അതിന്റെ സെക്യൂരിറ്റിയും അത്രയും കുറയുകയാണ്. അദ്ദേഹം പറഞ്ഞ തോന്നുന്നു എനിക്ക് ഇതില് നമ്മൾ വിട്ടുപോയ ഭാഗം ഇതിന്റെ പാർലമെന്ററി ഭാഗം കൂടിയാണ് ഈ ചർച്ചയില്. അതായത് ഈ സർവൈലൻസ് പ്രൊജക്ടുകളുടെ ഒരു ഇന്ത്യയുടെ ചരിത്രം എന്ന് പറഞ്ഞാല് ഒരു 2010-2012 കാലത്ത് ചിദംബരത്തിന്റെ ഇനിഷ്യേറ്റീവിലാണ് എന്താ പറയാ നാറ്റ്ഗ്രിഡ് എന്ന് പറയുന്ന സർവൈലൻസ് പ്രൊജക്ട് വരുന്നത്. അതിനുശേഷം നേത്ര, സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്ന വേറൊരു പ്രൊജക്ട് വരുന്നുണ്ടായി. ഇത്തരത്തില് കുറേയധികം സർവൈലൻസ് പ്രൊജക്ടുകൾ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2012 മറ്റോ SFLC അതിന്റെ മുകളിൽ ഇന്ത്യയുടെ സർവൈലൻസ് പ്രൊജക്ടുകളെ പറ്റി റിപ്പോർട്ടും സോഫ്റ്റ്വെയർ ഫ്രീഡം ലോ സെന്റർ പുറത്തിറക്കിയിട്ടുണ്ട്. അന്ന് അവസാനം ഇത് RTIയുടെ കീഴിലായിരുന്ന സമയത്ത് 22ഓളം സർവീസുകൾ ഒറ്റയടിക്ക് ഇന്റലിജൻസ് ഗ്രിഡിലേക്ക് പോകുന്നത് കണ്ടെത്തിയിരുന്നു. പിന്നീട് അവരത് RTIയുടെ പരിധിയിൽ നിന്ന് എടുത്തു മാറ്റി. ഇപ്പോ നമ്മള് ഈവൻ പെഗാസസിന്റെ ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ, പെഗാസസ് ഇപ്പോഴല്ല ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. പെഗാസസ് കണ്ടെത്തുന്നത് 2019 ഒക്ടോബറിൽ സിറ്റിസൺ ലാബ് ഈ ഭീമ കോറിഗൻ കേസിലെ വിക്ടിംസിനെ അറിയിക്കുമ്പോഴാണ് നമ്മള് നിങ്ങൾ വാട്സാപ്പിന്റെ വൾണറബിലിറ്റി ഉപയോഗിച്ച് നിങ്ങളുടെ ലോയേഴ്സിന്റെയും അതുപോലെ ആക്ടിവിസ്റ്റുകളുടെയും ഫോണിൽ കടന്നു കയറി എന്ന് പറയുന്ന ഇത് പുറത്തു വന്നപ്പോഴാണ് അന്ന് അറിയുന്നത്. അതിന്റെ 19ഓളം വിക്ടിംസ് ഇത് കഴിഞ്ഞ് മിനിസ്ട്രിക്ക് എഴുതി, പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ IT എഴുതി, ഫേർട്ടോഡിന് ഒരു നോട്ടീസ് ഇട്ടു. പക്ഷെ ഇതിലൊന്നും ഒരു ആക്ഷനും നടന്നില്ല. ഇതില് 2019 ഡിസംബറില് ഞാൻ പറയുന്നത് നമ്മുടെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി IT എന്ന് പറയുന്ന ഒരു സാധനം എന്തിനാണെന്നുള്ളൊരു ചോദ്യം കാര്യമായിട്ട് കുറെ കാലമായിട്ട് ചോദിക്കേണ്ട ചോദ്യം. ശശി തരൂരാണ് അധ്യക്ഷൻ. ഒരു കാലത്ത് സുരേഷ് ഗോപി മുതലുള്ള മലയാളി MP വരെ അതിന്റെ പാർട്ടായിരുന്നു. അപ്പോ ഇത് കുറെ IT ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ടെക്നോളജി പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ഡെമോക്രസി അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളായി അതിന്റെ പരിധിയിൽ വരുന്നു. കേംബ്രിഡ്ജ് അനലിറ്റിക്ക നമ്മൾ ഡിസ്കസ് ചെയ്തു. നെറ്റ് ന്യൂട്രാലിറ്റി ഇഷ്യൂസ് വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബിഗ് ടെക്കുമായി ബന്ധപ്പെട്ടുള്ള നിരവധി തരത്തിലുള്ള സ്പീച്ചിന്റെ മീതിയുള്ള കൺട്രോളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇപ്പോ അതുപോലെ ഹേറ്റ് സ്പീച്ച് ഇഷ്യൂസ് വരുന്നുണ്ടായിരുന്നു. മറ്റേ നമ്മള് ഫേസ്ബുക്കിന്റെ ഈവൻ പോളിസി ഓഫീസർമാരെ വരെ എടുത്ത പൊസിഷനെ പറ്റി പറഞ്ഞു. ഇതിലൊക്കെ ഹിയറിംഗ് നടത്തുക, അതും ക്ലോസ്ഡ് ഹിയറിംഗ് നടത്തുക എന്ന് പറയുന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടുകളും 2014 ശേഷം ഈ കമ്മിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോ ഇതില് ഇതുപോലെ ആധാറിന്റെ കാര്യത്തില് ഇതിലും അതേ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഹിയറിംഗ് നടത്തിയത്, പക്ഷെ റിസൾട്ട് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ പാർലമെന്ററി മെക്കാനിസം എന്തിനാണ് ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയി ജനങ്ങൾ അറിയാതെ സീക്രട്ടായ ഹിയറിങ്ങുകൾ മാത്രം നടത്തി റിസൾട്ട് ഉണ്ടാക്കാതിരിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ എവിടെയാണ് സൊല്യൂഷൻ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഇതുപോലെ പാർലമെന്റിൽ നമ്മൾ കെ രാഗേഷാണ് അന്ന് പെഗാസസ് ഇഷ്യൂവിന്റെ ചോദ്യം വന്നപ്പോൾ കെ രാഗേഷ് MP ആണ് അന്ന് ചോദ്യം ഉന്നയിക്കുന്നത്. അന്ന് ആ ചോദ്യത്തിന് വെറുതെ ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുകയാണ്, പ്രോപ്പർ ഉത്തരം ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറുകയാണെന്ന് രവിശങ്കർ പ്രസാദ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് വാട്സാപ്പിൽ കത്തെഴുതുക അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് അതിനുശേഷം നടക്കുന്നത്. സെർഡോട്ടിന് നോട്ടീസ് ഇട്ട് കഴിഞ്ഞിട്ട് സെർഡോട്ടിനാണ് ഇന്ത്യയിൽ മാൽവെയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ വന്നു കഴിഞ്ഞാൽ നടപടിയെടുക്കേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ വിഷയം പഠിക്കുകയോ അനലൈസ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ വാട്സാപ്പിൽ ഒരു കത്തെഴുതി, അതല്ലാതെ അതിനെന്ത് മറുപടി കിട്ടിയെന്ന് പോലും ഒരു വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസങ്ങളോ പാർലമെന്ററി മെക്കാനിസങ്ങളോ ഇല്ലാതെയല്ല, അതിനെ അവോയ്ഡ് ചെയ്യുന്ന
വളരെ സീക്രട്ടീവായ ഒരു പ്രോസസ്സിലേക്ക് പോകുന്ന രീതിയിലാണ് ഇതിന്റെ ഗവർണൻസ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരേപോലെ UPIയും NDAയും ഉത്തരവാദിയാണ്. ചിദംബരത്തിന്റെ സമയത്താണ് ഈ സാധനം തുടങ്ങണം. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഈ ഒരു സാധനത്തില് സർവൈലൻസ് ടെക്നോളജികളുടെ റോൾ ഔട്ടില് കൂടുതൽ ഇപ്പൊ നമ്മൾ ഇതിനൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. സർവൈലൻസ് ടെക്നോളജി എന്ന് പറയുമ്പോൾ പെഗാസസ് ഞാൻ പറഞ്ഞല്ലോ, പെഗാസസിന്റെ കണക്കും കോസ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ ചെലവാണ് ഓരോ നമ്പറും സർവൈലൻസ് നടത്താൻ വേണ്ടി പോകുന്നത്. അത് ഏത് ഏജൻസി, ഏതാണ് ഗവൺമെന്റൽ ആക്ടർ എന്ന് ഇപ്പോഴും വ്യക്തതയില്ല. എന്നാൽ ഗവൺമെന്റ് അത് പുറത്തു പറയുന്നില്ല. എന്നാൽ പക്ഷെ അതേ സർവൈലൻസ് മറ്റു വഴി കൂടെ നടത്താനുള്ള, ചെലവ് കുറഞ്ഞ വഴി കൂടെ നടത്താനുള്ള മാസ് സർവൈലൻസ് സിസ്റ്റങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ഈവൻ നമുക്കറിയാം പ്രോക്സിമിറ്റി സെൻസിങ്ങോ അല്ലെങ്കിൽ സോഷ്യൽ ഗ്രാഫ് കളക്ഷനോ സഹായിക്കുന്നതായിരുന്നു കോവിഡിന്റെ കോൺടാക്ട് ട്രേസിംഗ് എന്ന് വെച്ചാൽ ആരോഗ്യ സേതു പോലുള്ള സാധനങ്ങൾ. പുതിയ രീതിയിൽ ബാങ്ക് അക്കൗണ്ടും ഉദാഹരണം പറഞ്ഞ ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ആധാറുമായുള്ള ബന്ധം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി എടുത്തു കളഞ്ഞാണ്. പക്ഷെ വീണ്ടും അത് തിരിച്ചു കൊണ്ടുകൊണ്ടിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് നോട്ടിഫിക്കേഷനുകൾ വഴി. അപ്പോൾ ആ രീതിയിൽ കൂടുതൽ സർവൈലൻസ് റോൾ ഔട്ട് നടക്കുന്നു. കൂടുതൽ സർവൈലൻസ് ടെക്നോളജികൾ, സാറ്റലൈറ്റ് മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നു, AI ഉപയോഗിക്കാനുള്ള പ്ലാനുകൾ ഉണ്ടാവുന്നു, ഫേസ് റെക്കഗ്നിഷൻ ഉപയോഗിക്കാനുള്ള പ്ലാനുകൾ ഉണ്ടാവുന്നു. ഈവൻ വാക്സിന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് പോലും ഒരു ഐഡന്റിറ്റി പ്രൊജക്ട് ആയിട്ടാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവർ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫേസ് റെക്കഗ്നിഷൻ വേണമെന്ന് പറയുന്നത്, അതായത് മാസ്ക് ഊരി അതായത് ശ്വസിക്കുമ്പോൾ പടരുന്ന ഒരു തരം രോഗത്തിന്റെ വാക്സിനേഷന് നിങ്ങൾ ഫേസിന്റെ മാസ്ക് ഊരി ഫേസ് റെക്കഗ്നിഷൻ നടത്തിയിട്ട് ചെയ്യാനുള്ള ടെക്നോളജി അതിനു വേണ്ടി റോൾ ഔട്ട് ചെയ്യുന്ന ലെവലിൽ വരെയാണ് വാക്സിൻ രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പോപ്പുലേഷൻ ലെവൽ എക്സസൈസുകളും കൂടുതൽ സർവൈലൻസിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ വലിയ റോൾ ഔട്ടുകളെല്ലാം കാണുന്നത്. ഇതിന്റെ ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ഗവൺമെന്റിന്റെ ട്രസ്റ്റ്. അത് നമ്മൾ 2010 ഇന്ത്യയെ എടുത്തു നോക്കുമ്പോൾ 2010 ഇന്ത്യ എന്ന് പറയുന്നത് കുറേ കൂടിയും ട്രസ്റ്റ് കൂടിയ ഇന്ത്യയായിരുന്നു. അതായത് RTI വരുന്നു, അതുപോലെ തന്നെ മറ്റേ MNREGA വരുന്നു, കൂടുതൽ ജനങ്ങൾ എംപവർ ചെയ്യുന്ന ഓപ്പൺ ഡാറ്റ പോളിസികൾ വരുന്നു, ഓപ്പൺ സോഴ്സ് പോളിസികൾ വരുന്നു. അവിടെ നിന്ന് മാറി ഒരു സെൻസസ് നടത്താൻ പോലും ട്രസ്റ്റ് ഇല്ലാത്ത ലെവലിൽ മാറിയ ഒരു കാലയളവാണ് ഈ 10 വർഷം. ഈ 10 വർഷം തന്നെയാണ് നമ്മൾ സർവൈലൻസ് ടെക്നോളജികളുടെ റോൾ ഔട്ടിന്റെ കാലഘട്ടം കാണുന്നത്. അപ്പോൾ എന്താണ് സർവൈലൻസ് ടെക്നോളജികൾ ഇന്ത്യക്ക് കൊണ്ടുവന്നത്? ഗവൺമെന്റിന്റെ ട്രസ്റ്റ് നഷ്ടപ്പെടുത്തി എന്നുകൂടിയാണ്. അതിന്റെ വലിയ ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു 2017 ഇപ്പൊ ഈ പുറത്തു വന്ന വിവരങ്ങളിൽ ഒരു വളരെ പ്രസക്തമായ ഒരു കാര്യം 2017 മുതലാണ് ഉള്ള സർവൈലൻസിന്റെ വിവരങ്ങളാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഈ 2017 എന്ന് പറയുന്നത് ഈവൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ ഇസ്രായേൽ വിസിറ്റിന്റെ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് ഇതിന്റെ സർവൈലൻസ് റെക്കോർഡുകൾ തുടങ്ങുന്നത്. ഇപ്പോഴത്തെ IT മിനിസ്റ്റർ മന്ത്രിയാവുന്നതിന് മുമ്പ് വരെയുള്ള മുമ്പ് ബ്യൂറോക്രാറ്റ് ആയിരുന്ന കാലം തുടങ്ങിയിട്ട് അദ്ദേഹം സർവൈലൻസിന്റെ ഇരയാണ്. അപ്പോ ഇത് വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ നരേറ്റീവിന്റെ കൺട്രോളിന് വേണ്ടി ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റൻസ് ആണ്. ഈ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതിനൊപ്പം നമ്മൾ കൂട്ടി വായിക്കാൻ പറ്റുക റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിന്റെ റിപ്പോർട്ടിൽ എന്താ പറയുക പത്രസ്വാതന്ത്ര്യത്തിന്റെ അന്തകന്മാരുടെ ലിസ്റ്റിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർത്ത് ഒരുപാട് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് താഴോട്ട് പോയി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം. അതായത് നിരീക്ഷണം എന്ന് പറയുന്നത് വളരെ ശക്തമായി നടക്കുന്നു. ആ നിരീക്ഷണത്തിനോട് ആൾക്കാർ വശംവദരാകുന്നു. അതിനെ കൂടുതൽ ചെറുതാക്കി കാണിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഈവൻ ഹിന്ദു പോലെയൊക്കെയുള്ള മെയിൻ സ്ട്രീം ന്യൂസ് പേപ്പർ പോലും അവരുടെ വളരെ സീനിയർ റിപ്പോർട്ടറായ വിജയ്ദ സിംഗിനെ അടക്കം ഈ ലിസ്റ്റിൽ പേര് വന്നിട്ട് 8ാം പേജിലാണ് വാർത്ത കൊടുക്കുന്നത്. അപ്പോ ഈ നിരീക്ഷണത്തിന് ഫലം കാണുന്നു എന്നും കൂടിയാണ് അതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഈ പറയുന്ന പ്രവീണേട്ടനും പ്രശാന്തും കൂടെ റൺ ചെയ്യുന്ന കേസ് IT ഇന്റർമീഡിയറി ലോസിന്റെ കേസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കൂടിയാണ് ഈ പെഗാസസ് ഇഷ്യൂ കാണിക്കുന്നത്. കാരണം ഇവര് നേരത്തെ പ്രശാന്ത് എക്സ്പ്ലെയിൻ ചെയ്തു, അതായത് ഇൻഡയറക്ട്ലി ഇവര് പറയുന്നത് എൻക്രിപ്ഷൻസ് വീക്കൻ ചെയ്യാനും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ബാക്ക് ഡോർസ്
തരണവും എന്നുള്ള കാര്യങ്ങൾ കൂടിയാണല്ലോ. അപ്പം ഇതൊക്കെ ആളുകളോട് ഗുഡ് ഫെയ്ത്തിൽ എടുക്കണമെന്നും നിങ്ങളുടെ ഗവൺമെന്റിനെ വിശ്വസിക്കൂ, ഞങ്ങൾ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ദേശസുരക്ഷയ്ക്ക് വേണ്ടി ഒക്കെയാണെന്ന് അവകാശപ്പെട്ട് ഇത്തരത്തിലുള്ള എൻക്രിപ്ഷൻ വീക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്. അങ്ങനെ ഇല്ലാതിരിക്കുമ്പോ തന്നെ ഡേ ബൈ ഡേ ഈവൻ ആപ്പിള് അവരുടെ ഐ മെസ്സേജ് എന്ന് പറയുന്ന ഇതിലുള്ള വൾണറബിലിറ്റി ഉപയോഗിച്ചിട്ടാണ് പെഗാസസ് ഇപ്പോൾ 0 ക്ലിക്ക് ഇൻഫെക്ഷൻ ഒക്കെ നടത്തുന്നത്. അത് അവര് മോഡിഫൈ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തു എന്ന് പറയുന്ന ലേറ്റസ്റ്റ് വെർഷനിലും ഇത് കണ്ടെത്തിയെന്നാണ് സിറ്റിസൺ ലാബ് ഇന്നലെ പറയുന്നത്. അതായത് ഇവർ ഡേ ബൈ ഡേ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിനെ പോലും തകർക്കുന്ന തരത്തിലുള്ള സ്പൈവെയറുകൾ എടുത്ത് ഉപയോഗിക്കാൻ തയ്യാറുള്ള ഗവൺമെന്റ് ആണ് പറയുന്നത് നമ്മളെ വിശ്വസിച്ചിട്ട് എൻക്രിപ്ഷൻ വീക്കൻ ചെയ്ത് തരൂ, അല്ലെങ്കിൽ ട്രേസബിലിറ്റി ഉണ്ടാക്കി തരൂ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ കേസ് എന്നുള്ളതും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അതിനെ ഫൈറ്റ് ചെയ്യണം എന്നുള്ളതും കൂടെ കാണിക്കുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ നേരത്തെ അനിവർ പറഞ്ഞ ഒരു സിസ്റ്റമാറ്റിക് പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അതായത് പാർലമെന്ററി ഓവർസൈറ്റുള്ള കമ്മിറ്റികൾ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ, ഇത് ആക്ച്വലി സാറ് നേരത്തെ പ്രവീണേട്ടനോട് ചോദിച്ച ഒരു ചോദ്യത്തിനോട് കൂടി ചേർത്ത് വെക്കാവുന്നതാണ്. കാരണം ഇവർക്കൊക്കെ ഇതിന്റെ ഡിസിഷൻ മേക്കേഴ്സിന് ഇതിൽ അറിവില്ലായ്മയുണ്ടോ അല്ലെങ്കിൽ നോളജ് ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചില്ലേ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന പോലെ ലീഡേഴ്സ് എന്നുള്ള ആളുകൾ ആ ഏരിയയിലുള്ള എക്സ്പേർട്സ് ആയിക്കൊള്ളണം എന്നില്ല എന്നാണ്. അതായത് IT മിനിസ്റ്റർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ PhD ചെയ്ത ആളാവണം എന്നില്ല. പക്ഷെ അവർക്ക് നല്ല കൗൺസിൽ കിട്ടുക അല്ലെങ്കിൽ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്സ് കിട്ടുക എന്നുള്ളതാണല്ലോ. അപ്പം ഇത്തരത്തിൽ ഇൻപുട്സ് കിട്ടാനും ബെറ്റർ ഡിസിഷൻസ് എടുക്കാനും ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്തരം പ്രോസസ്സുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ബില്ല് പാസ്സാക്കുന്ന സമയത്ത് പബ്ലിക് കൺസൾട്ടൻസി നടത്തണം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പക്ഷെ ഇതൊക്കെ പേരിന് നടത്തുകയും ഈ പറയുന്ന നമുക്ക് തന്നെ അറിയാം, ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ ലോയുടെ ഈ പറയുന്ന പോലെ പബ്ലിക് കൺസൾട്ടൻസി നടത്തിയിട്ട് അതിന് എത്രത്തോളം കാര്യങ്ങൾ ഈ ഡ്രാഫ്റ്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഭയങ്കര കോമഡിയാണ് ഈ പ്രോസസ്സുകളൊക്കെ. പേരിന് നടത്തുന്നു, പലപ്പോഴും ഇത് നടത്തുന്ന പോലില്ല. ഇപ്പം ഇത് ഇവിടെ പോലീസ് ആക്ട് അമെൻഡ് ചെയ്ത സമയത്തും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതുപോലെ ഇൻട്രൂഡിങ് ആയിട്ടുള്ള നിയമങ്ങൾ വകുപ്പുകൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് പലപ്പോഴും പബ്ലിക് കൺസൾട്ടൻസി നടത്താറ് പോലുമില്ല. അപ്പം ഇത്തരം എക്സ്പെർട്ടൈസ് നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ലെങ്കിലും അതിനെ ഫില്ല് ചെയ്യാനുള്ള ആ ഗ്യാപ്പ് നികത്താനുള്ള മെഷേഴ്സ് നമ്മൾ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടെന്നിരിക്കെ അതിനെ എഫക്റ്റീവ്ലി ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിനെ നമ്മൾ എഫക്റ്റീവ്ലി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നേരത്തെ ഋഷി പറഞ്ഞ പോലെ നമ്മള് ഇപ്പൊ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി ഒക്കെ അതൊരു ടൂൾ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളതൊരു ഫോൺ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തന്നെ ഒരു സെൽഫിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വേണം കാണാൻ. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഓർമ്മകൾ, ഇത് അപ്പൊ നമ്മുടെ തന്നെ ബോഡി, നമ്മുടെ തന്നെ ഒരു ഇൻഡിവിജ്വൽ, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഫോണിന് ആ രീതിയിൽ ആൾക്കാരുടെ മുകളിൽ അവബോധം ഉണ്ടാവുമ്പോൾ മാത്രമേ ഫോണിലേക്ക് കയറുമ്പോഴൊക്കെ അതിന്റെ എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള വയലേഷൻ ആണെന്നൊക്കെ ആൾക്കാർക്ക് അത് ബോധ്യപ്പെടുള്ളൂ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് ആളുകൾക്ക് എഡ്യൂക്കേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ രണ്ടാമത് പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും എല്ലാ ഒപ്പോസിഷൻ പാർട്ടീസും ഇപ്പോഴും ഒരു ബിസിനസ് ആസ് യൂഷ്വൽ, നമ്മൾ മുന്നേ ചെയ്ത അതുപോലെയുള്ള ഇലക്ഷൻ വരുന്നു, നമ്മൾ മത്സരിക്കുന്നു, ജയിക്കുന്നു, തോൽക്കുന്നു, ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ നമ്മുടെ ഡെമോക്രസിയുടെ ഒരു സീരിയസ് ഒരു എമർജൻസി സിറ്റുവേഷൻ. ഒരു ഒറ്റ പാർട്ടികൾക്കും അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ബാക്കി നമ്മുടെ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളായാലും ഇത് നമ്മൾ പണ്ട് ചെയ്തിരുന്ന അതുപോലുള്ള ഒരു ആക്ടിവിസം മാത്രം മതിയാവില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ ഒരു ലാർജർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു കോലീഷൻസ് ഉണ്ടായ ഒരു പൊളിറ്റിക്കൽ ബില്ല്, ഇപ്പൊ പറഞ്ഞ ടോപ്പിലിരിക്കുന്ന ആ ഒരു ഗവൺമെന്റിന്റെ അവരുടെ പൊളിറ്റിക്കൽ ബില്ലിനനുസരിച്ചാണ് ഈ താഴെയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും വർക്കാവുന്നത്. അപ്പൊ ആ ഒരു പൊളിറ്റിക്കൽ ബില്ലിൽ മാറ്റം വരുത്താതെ അതിനായിട്ടുള്ള ഒരു ലാർജർ കോalition, ഇപ്പൊ അന്ന് എമർജൻസിയുടെ സമയത്ത് എല്ലാ ഓപ്പോസിഷൻസും ജോയിന്റ് ആയിട്ട് ഒരു വലിയ മൂവ്മെന്റ് പോലെ ബിൽഡ് ചെയ്ത് അതുപോലെ ഒരു മൂവ്മെന്റ് ബിൽഡ് ചെയ്യാതെ നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രവീൺ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു
പോയിന്റിൽ നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കാരണം ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് 1950കളിലോ 60കളിലോ 70കളിലോ നമ്മുടെ വീട്ടിന്റെ ഒരു മൂലയ്ക്ക് ഇരുന്ന ഒരു ലാൻഡ് ഫോൺ പോലെയൊന്നും അല്ല. ഇത് വ്യക്തിയുടെ സത്തയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും എൻ്റെ ജീവിതത്തിനെയാണ് എൻ്റെ സ്മാർട്ട് ഫോണിനെ സ്പർശിക്കുമ്പോൾ എന്നുള്ളത് ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന എല്ലാ ആളുകളും അംഗീകരിക്കുന്ന സമ്മതിക്കുന്ന ഒരു വാദമാണ് ഇപ്പോൾ പ്രവീൺ പറഞ്ഞത്. അത് ജനങ്ങളിലേക്ക് ചെല്ലുകയും ഈ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇടപെടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് തന്നെയാണ് എന്നുള്ള ആ ഗൗരവാവസ്ഥ മനസ്സിലാക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഈ വലിയ എന്താണ് പറയുന്നത് നീക്കം, ഈ ബ്ലാക്ക് മൂവിനെതിരെ ജനങ്ങൾ സംഘടിക്കാൻ സാധ്യതയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും പോയിന്റ്സ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കായിട്ട് പറയേണ്ടതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ സമയത്ത് പറയേണ്ടതാണെന്നും കൂടി പറയുകയാണ്. നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്, പക്ഷെ എന്തെങ്കിലും പോയിന്റ്സ് മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പറയണം. ഒരു കാര്യം പറയേണ്ടത് എന്താ വെച്ചാൽ ഇതില് നമ്മൾ കണ്ടത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ പരാജയമാണ്. പ്രവീൺ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ, നമ്മുടെ പാർലമെന്റ് തുടങ്ങി, ജുഡീഷ്യറി തുടങ്ങി, ഭരണകൂടങ്ങൾ തുടങ്ങി, ടെക്നോളജി ലെവലില് ഇന്ത്യക്കാരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യതയുള്ള സേർട്ടോട്ടിന് അടക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഒക്കെ ഉള്ള പരാജയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെറ്റീഷനുകളിലൂടെ വീണ്ടും നീതി പുലരുക എന്നതിന് അപ്പുറത്തായിട്ട് ആലോചിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുന്നത്, പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുന്നതിൽ നിലനിൽക്കുന്ന ഈ സർവൈലൻസിന്റെ മീതിയുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നത് ആണ് ഇതിന്റെ ഒരു തിരിച്ചറിവ്. എങ്ങനെ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്താം എന്നുള്ള ആലോചനകൾ കൂടി ഇതിന്റെ ഒപ്പം നടക്കേണ്ടതുണ്ട്. അത് അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്താൻ ഇത് മാത്രമല്ലല്ലോ. അതായത് ഒരു തരത്തില് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇപ്പൊ ഹിയറിംഗ് വെച്ചിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ എങ്ങനെ പബ്ലിക്കിന് അറിയാൻ പറ്റും? സീക്രട്ട് ഹിയറിംഗുകൾ അല്ലാതെയൊക്കെ മാറ്റാൻ പറ്റും. അതുപോലെ എങ്ങനെ സർവൈലൻസിന്റെ മീത പാർലമെന്ററി ഓവർസൈറ്റ് കൊണ്ടുവരാൻ പറ്റും? അനിവർ, അതിന് ഇടയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ട്, ഈ JPC വേണ്ട, ഇതിനുവേണ്ടി ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി വേണ്ട എന്നും IT കമ്മിറ്റി മതിയെന്നും ശശി തരൂർ ആവശ്യപ്പെട്ടിരിക്കുന്നു. അവിടെ തന്നെ ഈ ശശി തരൂരിന്റെ കമ്മിറ്റിക്ക് മുകളിൽ മറ്റൊരു കമ്മിറ്റി കേന്ദ്ര ഗവൺമെന്റിന് നേരിട്ട് കൺട്രോളുള്ള ഒരു പാനൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഉണ്ടപ്പോ തന്നെയും, പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നാൽ പോലും IT കമ്മിറ്റി ഇതുവരെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്ത ട്രാക്ക് റെക്കോർഡ് ഇല്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ശശി തരൂർ അതിനെ കൗണ്ടർ ചെയ്യേണ്ടത് പബ്ലിക്കായിട്ട് ലൈവ് സ്ട്രീം ചെയ്യുന്ന ഹിയറിംഗുകൾ വെച്ചിട്ടാണ്. അതായത് അത്തരത്തിലാണ് ഇതിനെ അഡ്രസ് ചെയ്യേണ്ടത്. അതിന് പകരം അതിന്റെ ആ സീരിയസ്നെസ് ഇല്ലാതെ വീണ്ടും സീക്രട്ട് ഹിയറിംഗും റിപ്പോർട്ടില്ലായ്മയും കൂടിയിട്ടുള്ള പോലെ അല്ല ഈ രീതിയിൽ പോകേണ്ടത്. അത് തന്നെ. വേറൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, വേറൊരു പെറ്റീഷൻ കൂടി വളരെ പ്രധാനമായിട്ടുള്ളത്, SFLCയുടെ ഒരു പെറ്റീഷൻ ഉണ്ട്, പ്രശാന്ത് ഭൂഷണിന്റെ CPL ഒക്കെ ചേർന്ന്. അത് നേത്രയും അതുപോലെ CMS-ഉം അത് മറ്റ് സർവൈലൻസ് പ്രൊജക്ടുകളെ കൂടി ട്രാക്ക് ചെയ്യുന്ന ഒരു പെറ്റീഷനാണ്. പ്രശാന്ത് ചിലപ്പോൾ അതിനെപ്പറ്റി കൂടി ചെറുതായി വിശദീകരിക്കാൻ പറ്റുമായിരിക്കും. അനിവർ പറഞ്ഞ പെറ്റീഷൻ, അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ നാഡ്രിഡ് ഈ പെഗാസസ് അല്ലാതെ തന്നെ ധാരാളം സർവൈലൻസ് പ്രോജക്റ്റുകൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. നാഡ്രിഡ് എന്ന് പറയുന്നത് ആ രീതിയിലുള്ള പ്രോജക്റ്റാണ്. നമ്മുടെ പല സോഴ്സസിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അത്. ഞങ്ങൾ അതിലൊരു വിവരാവകാശം റിക്വസ്റ്റ് കൊടുത്തു, അതിന് മറുപടി കിട്ടി. അടുത്ത വിവരാവകാശം റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ അത് വിവരാവകാശം നിയമം ബാധകമല്ലാത്ത രീതിയിലുള്ള ഈ പറയുന്ന ഇന്റലിജൻസ് ഏജൻസിയുടെ ഗണത്തിലേക്ക് നാഡ്രിഡിനെ മാറ്റി. അതാണ് നാഡ്രിഡിന്റെ ഒരു ഹിസ്റ്ററി. ആ രീതിയിലാണ്. അതിനുശേഷം നമുക്ക് യാതൊരു നാഡ്രിഡ് ഇപ്പൊ ഏത് സ്റ്റേജിലാണുള്ളതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. അതുപോലെ തന്നെയാണ് ഈ നേത്ര എന്ന് പറയുന്ന പ്രോജക്റ്റ്. പിന്നെ CMS-ന്റെ മനസ്സിലാക്കേണ്ടത് ഇതൊരു, അതായത് BSNL-ഓ എയർടെല്ലോ അറിയേണ്ട ആവശ്യമില്ല സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ടാപ്പ് ചെയ്യണമെങ്കിൽ. യാതൊരു ഏജൻസിയുടെ ഔട്ട്സൈഡ് ഏജൻസി ഇൻവോൾവ്മെന്റ് ഇല്ലാതെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന് ഡയറക്റ്റ് ആയിട്ട് ഫോൺ ടാപ്പ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ഇപ്പോൾ ഉള്ള സിസ്റ്റംസ്. ഇതെല്ലാം കൗണ്ടർ ചെയ്യുന്ന, ചലഞ്ച് ചെയ്യുന്ന ഒരു പെറ്റീഷനാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. പ്രശാന്ത് ഭൂഷണാണ് ലീഡ് കൗൺസിൽ, അതിൽ SFLC ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞുമായിട്ട് ചേർത്ത് വേണ്ട ഒരു കാര്യം, ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് എന്തുമാത്രം നമ്മളുടെ ജനാധിപത്യത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അത്
ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രശാന്ത് കിഷോറിന്റെ ഫോൺ ചോർത്തുന്നു, കർണാടകയിൽ ധാരാളം ഒപ്പോസിഷൻ MLA-മാരുടെ ഫോൺ ചോർത്തുന്നു. ആ രീതിയിലാണ് ഇത് പോകുന്നത്. അതായത് നേരത്തെ പറഞ്ഞു ഇന്ത്യ ഒരു ഇലക്ടറൽ ഓട്ടോക്രസിയാണെന്ന്. അത് പക്ഷേ എലക്ഷൻ പോലും ഫ്രീ ആൻഡ് ഫെയർ അല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മറ്റേത് അറ്റ്ലീസ്റ്റ് എലക്ഷൻ നടക്കുന്നു, അത് ഡെമോക്രസിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ബാക്കി കാര്യങ്ങളൊന്നും നടക്കുന്നില്ലായിരിക്കാം, ഒരു ജനങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലായിരിക്കാം. പക്ഷെ അറ്റ്ലീസ്റ്റ് എലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതുപോലും ഇല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ എന്തുമാത്രം നമുക്കൊരു ഡെമോക്രസി എന്ന് തന്നെ വിളിക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. അവസാനമായിട്ട് ജസ്റ്റ് ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യാൻ വിചാരിക്കുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് കതിരിൽമേ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ, നമ്മളിപ്പോ ഒരു ഇലക്ട്രൽ ഓട്ടോക്രസിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള എല്ലാ നമ്മുടെ ഇന്റർവെൻഷൻസും അത് തിരിച്ച് നമ്മുടെ ഒരു പ്രോപ്പർ ഫങ്ഷനിങ് ഡെമോക്രസിയായി റീസ്റ്റോർ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും അതൊരു കതിരിമേ വളം വെക്കുന്ന പോലെയുള്ള ഒരു എഫക്റ്റ് ആവും. റൂട്ടായിട്ട് തിരിച്ച് നമ്മുടെ ഒരു ഡെമോക്രസി, ഈ ഇലക്ട്രൽ ഓട്ടോക്രസി തിരിച്ച് ഒരു ഫങ്ഷനിങ് ഡെമോക്രസിയിലേക്ക് കൊണ്ടുവന്നിട്ട് മാത്രമേ നമുക്ക് ബാക്കിയുള്ള ഒരു യൂഷ്വൽ ഇന്റർവെൻഷൻസിനൊക്കെ ഒരു ഡിസൈഡ് എഫക്ട്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊരു പൊളിറ്റിക്കൽ എലക്ഷൻ പ്രോസസ്സിലൂടെ തന്നെ നമുക്ക് വരച്ചിടാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു കാര്യം എനിക്കൊരു എത്ര കൂടുതൽ ആൾക്കാർ അതൊന്ന് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, തീർച്ചയായിട്ടും. അതായത് പ്രവർത്തിക്കുന്ന ജനാധിപത്യത്തിലേക്ക് തിരിച്ചു പോകാതെ ഇതിനൊന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയാണ്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. വളരെ വിശദമായി സമയമെടുത്ത് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിൽ എൻ്റെ ലിസണേഴ്സിന് എല്ലാവർക്കും വേണ്ടി ഐ ആം താങ്കിങ് അഡ്വക്കേറ്റ് പ്രശാന്ത് സുഗതൻ, പ്രവീൺ എ, ഋഷികേഷ് ഭാസ്കരൻ ആൻഡ് അൻവർ അരവിന്ദ്. നിങ്ങൾ ഞാനിതിൻ്റെ അകത്ത് ശരിക്കും ഒരു കേൾവിക്കാരൻ മാത്രമാണ്. നിങ്ങളെല്ലാം നടത്തുന്ന വലിയ സമരങ്ങളും നിങ്ങളെല്ലാം നടത്തുന്ന പോരാട്ടങ്ങളും കൂടുതൽ ശക്തമാകട്ടെ. ആ ശക്തമാകുന്നതിൻ്റെ കൂടെ ഇന്ത്യൻ ജനാധിപത്യവും കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. താങ്ക് യു ഓൾ ഫോർ participating in this debate. Thank you for organizing this. Yeah, thanks for inviting.